യേശു കർത്താവ് പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനാണ്, സമൃദ്ധമായിട്ടുണ്ടാകാനാണ്. മറുവശത്ത് കള്ളൻ വരുന്നത് മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ. പിശാച് ഒരിക്കലും വന്ന് നമ്മുടെ ബെഡിലേക്കൊന്നും പിടിക്കത്തില്ല, നമ്മളെ കവർ ചെയ്യത്തുമില്ല. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? കൊലപാതകം, ആത്മഹത്യ, ദുശ്ചിന്ത, വ്യഭിചാരം, സകല ദൂഷണങ്ങൾ, തിന്മകൾ വരുന്നത് ഉള്ളിൽ നിന്നാണ്. അതിൻ്റെ ഓതറാണ് പിശാച്. അവനാണ് ചിന്തകൾ ഇട്ട് തരുന്നത്. അത് ഒരു കലക്ക വെള്ളം പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന് നമ്മളെ മലിനമാക്കുന്നു, നമ്മളെ നശിപ്പിക്കുന്നു. അവൻ നമ്മുടെ സന്തോഷം, സമാധാനം, വിശുദ്ധി മോഷ്ടിക്കുന്നു, കൊല്ലുന്നു, അറുക്കുന്നു. മറുവശത്ത് യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ്റെ അകത്തുനിന്ന് വേറൊരു നദി ഒഴുകുകയാണ്. സമരിയാക്കാരി ആദ്യത്തെ ഒരു കല്യാണം കഴിച്ചു, ഉദ്ദേശിക്കുന്ന സന്തോഷമില്ല, അത് വിട്ടു. രണ്ടാമത് കല്യാണം കഴിച്ചു, 5 പ്രാവശ്യം കല്യാണം കഴിച്ചു, അവൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷമോ സംതൃപ്തിയില്ല. 6മതൊരാളെ കല്യാണം കഴിക്കാതെ കൂടെ താമസിപ്പിച്ചു. യേശു പറഞ്ഞു, മോളെ, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാനൊരു വെള്ളം തരാം, അത് നിൻ്റെ അകത്ത് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. യേശുവിൻ്റെ വചനം സ്വീകരിക്കുക, യേശുവിനെ സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക, അവനോടുകൂടെ ഇരിക്കുക. നിങ്ങളുടെ അകത്തുനിന്ന് വേറൊരു അരുവി വരും. അത് നമ്മൾ ആദ്യം പറഞ്ഞ കലക്ക വെള്ളത്തെ സ്റ്റോപ്പ് ചെയ്ത് ഇത് ജയം പ്രാപിക്കും. നിങ്ങൾ വിശുദ്ധരാകും. നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, യേശുവിനാൽ. നിങ്ങൾ നല്ല ചിന്തകൾക്കുടമയാകും, പോസിറ്റീവ് എനർജി കിട്ടും. നിങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകും. ആരിനാൽ? യേശുവിനാൽ. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നിങ്ങൾ നീതിമാന്മാരാകേണ്ടതിന് അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു. എവിടെയൊക്കെ സൗഖ്യം? ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ. നിങ്ങൾ പൂർണ്ണരാണ്, ഊനമില്ലാത്തവരാണ് യേശുവിനാൽ.